2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് മുന്നണിയിൽ ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ട പാർട്ടി ഏതാണ്? കണ്ണുമടച്ചുകൊണ്ട് നമുക്ക് ഉത്തരം പറയാൻ കഴിയും. അത് കോൺഗ്രസ് ആണ്. കാരണം യു.ഡി.എഫ് സീറ്റ് വിഭജനത്തിന്റെ ഭാഗമായി 93 സീറ്റുകളിലാണ് കഴിഞ്ഞ തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിച്ചത്. എന്നാൽ വിജയിച്ചതോ വെറും 21 സീറ്റുകളിൽ മാത്രം. 2016 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചത് 22 സീറ്റുകളിലാണ്. അതിൽ നിന്നും ഒരു സീറ്റ് കുറച്ചാണ് 2021 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നേടാനായത്. എന്തുകൊണ്ടും 2021 തോൽവിയുടെ ആഘാതം കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ വലുതാണ്. അതായത് 2021 93 സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിച്ചതെന്ന് പറഞ്ഞല്ലോ. അതിൽ 21 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് നേടാനായത്. എന്നാൽ 2016 കോൺഗ്രസ് മത്സരിച്ചത് 87 സീറ്റുകളിലാണ്. അത്തവണ കോൺഗ്രസിന് നേടാനായത് 22 സീറ്റുകളും. കോൺഗ്രസിനെ സംബന്ധിച്ച് മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കുകയും എന്നാൽ നേടിയ സീറ്റുകളുടെ എണ്ണം കുറയുകയും ചെയ്ത ഒരു തിരഞ്ഞെടുപ്പാണ് 2021 നടന്നത്. കേരള തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായി ഒരു തുടർഭരണം രൂപപ്പെട്ട വർഷം കൂടിയായിരുന്നു 2021. കാലാകാലങ്ങളായി തുടർന്നു വരുന്ന ഭരണമാറ്റം എന്ന വസ്തുത 2021 നടന്നില്ല. 2016 മുതൽ 2021 വരെ കേരളം ഭരിച്ച LDF മുന്നണി തന്നെ വീണ്ടും അധികാരത്തിലേറെ കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. എന്നാൽ അതേസമയം യു.ഡി.എഫ് മുന്നണിയിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയായ മുസ്ലിം ലീഗ് തങ്ങളുടെ ദൗത്യം ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തു. 2016 24 സീറ്റുകളിൽ മത്സരിച്ച ലീഗ് അത്തവണ 18 സീറ്റുകളിൽ വിജയിച്ചു. 2021 എത്തുമ്പോൾ ലീഗ് അന്ന് മത്സരിച്ചത് 25 സീറ്റുകളിലാണ്. വിജയിച്ചത് 15 സീറ്റുകളിലും. 2016 3 സീറ്റുകൾ കുറവ്. എങ്കിലും മത്സരിച്ച സീറ്റുകളുടെ എണ്ണവും വിജയിച്ച സീറ്റുകളുടെ എണ്ണവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ വലിയൊരു തകർച്ചയല്ല മുസ്ലിം ലീഗ് നേരിട്ടത് എന്ന് മനസ്സിലാകും. ഏകദേശം 2 തവണയായി പ്രതിപക്ഷ സ്ഥാനത്ത് തുടരുന്ന യു.ഡി.എഫ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളിലേക്കും കടന്നു കഴിഞ്ഞു. എന്നാൽ കോൺഗ്രസ് പാർട്ടിയിൽ പൊട്ടിപ്പുറപ്പെട്ട ചില വിഷയങ്ങൾ യു.ഡി.എഫിനെ ഒന്നാകെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്. മുന്നണിയിലെ ഏറ്റവും വലിയ കക്ഷി കോൺഗ്രസ് ആയതുകൊണ്ട് മുന്നണിയെ നയിക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്. തിരഞ്ഞെടുപ്പുകളിൽ മുന്നണി അധികാരത്തിലെത്തുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനവും കോൺഗ്രസിന് തന്നെ ലഭിക്കും. സ്വാഭാവികമായും അതങ്ങനെയാണ്. കാലാകാലങ്ങളായി യു.ഡി.എഫിൻ്റെ അഭിവാജ്യ ഘടകവും തങ്ങളുടെ മേഖലയിൽ വളരെ മികച്ച റിസൾട്ട് ഉണ്ടാക്കി യു.ഡി.എഫ് മുന്നണിയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന മുസ്ലിം ലീഗ് ഇക്കാര്യങ്ങളിലൊന്നും വിഷമം പ്രകടിപ്പിക്കുകയോ നിരാശപ്പെടുകയോ ചെയ്തിട്ടില്ല. എന്നാൽ ഈ നിരാശ പ്രകടിപ്പിക്കാതെയും മിണ്ടാതെയുമൊക്കെ ഇരുന്നത് തങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല എന്ന് വ്യക്തമായി പറയുകയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ആ വാർത്തകൾ വിശ്വസിക്കാമെങ്കിൽ ലീഗ് ഇതുവരെ ഒന്നും മിണ്ടാതെ എല്ലാം അടക്കി ഒതുക്കി വച്ചിരുന്നത് തങ്ങളുടെ ബലഹീനതയോ അതല്ലെങ്കിൽ മുന്നണിയിലുള്ള മറ്റുള്ളവർക്കെതിരെ ഒന്നും പറയാൻ കെൽപ്പില്ലാത്തതോ കൊണ്ടല്ല എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. സംഭവം മറ്റൊന്നുമല്ല. സംസ്ഥാന കോൺഗ്രസിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഹൈക്കമാൻഡിനെ സമീപിക്കാൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി ആ പാർട്ടി ഉൾപ്പെടുന്ന മുന്നണിക്കകത്തുള്ള മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെടുക എന്നുള്ളത് അസാധാരണമായ സംഭവമാണ്. കേരള രാഷ്ട്രീയത്തിൽ എന്നല്ല ദേശീയ രാഷ്ട്രീയത്തിലും അത്തരത്തിലുള്ള ഒരു കീഴ്വഴക്കം കാണാൻ കഴിയില്ല. പ്രത്യേകിച്ച് മുന്നണിയിലെ ഒന്നാമത്തെ വലിയ കക്ഷിക്കെതിരെ മറ്റു പാർട്ടികൾ ആരെങ്കിലും രംഗത്തെത്തുന്നത് ഒരിക്കലും കാണാൻ കഴിയാത്ത കാഴ്ച കൂടിയാണ്. പക്ഷേ ഇവിടെ അത്തരത്തിലുള്ള ഒരു സംഗതിയാണ് സംഭവിച്ചിരിക്കുന്നത്. യു.ഡി.എഫ് മുന്നണിക്കകത്ത് രണ്ടാം കക്ഷിയായ മുസ്ലിം ലീഗ് ഒന്നാം കക്ഷിയായി നിലകൊള്ളുന്ന കോൺഗ്രസ് പാർട്ടിയിലെ ഉന്നത നേതൃത്വവുമായി ബന്ധപ്പെടുന്നത് മുന്നണിക്ക് വേണ്ടിയാണ്. കോൺഗ്രസിലെ തമ്മിലടി തെരഞ്ഞെടുപ്പ് സാധ്യതകളെ ബാധിക്കുമെന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം ലീഗ് ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്താനൊരുങ്ങുന്നത്. സംസ്ഥാനത്തിൻ്റെ ഭരണം നിശ്ചയിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി ഏകദേശം 1 വർഷത്തോളം കാലാവധി മാത്രമാണുള്ളത്. അതിനു മുൻപ്, അതായത് ഈ വർഷം തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ കേളികൊട്ടായ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കും. മിക്കവാറുമുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഈ പറയുന്ന തിരഞ്ഞെടുപ്പുകൾക്ക് ഒരുങ്ങിക്കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് യു.ഡി.എഫ് മുന്നണിയിലെ നായകസ്ഥാനം വഹിക്കുന്ന കോൺഗ്രസ് പാർട്ടിയിൽ ചില അസാധാരണ പ്രതിഷേധങ്ങളും മുന്നണിയുടെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുന്ന ചില പ്രവർത്തനങ്ങളും ദൃശ്യമായി തുടങ്ങിയത്. ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയേക്കാൾ കൂടുതൽ ഭയപ്പെടുത്തുന്നത് മുസ്ലിം ലീഗിനെയാണ്. യു.ഡി.എഫിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് ഇനി ഒരു പ്രാവശ്യം കൂടി മുന്നണിക്ക് കേരളത്തിൽ പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വന്നാൽ അത് മുന്നണിയുടെ അവസാനത്തിന് തന്നെ കാരണമാകുമെന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നത് കോൺഗ്രസിനേക്കാൾ കൂടുതൽ അറിയാവുന്നത് മുസ്ലിം ലീഗിനാണ്. ആ ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ നടപടികളുമായി നേരിട്ട് രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ ശശി തരൂരുമായി ബന്ധപ്പെട്ട വിഷയമാണ് പ്രധാനമായും ഉയർന്നു നിൽക്കുന്നത്.
കോൺഗ്രസ് വരച്ച വരയ്ക്ക് വെളിയിൽ നിന്നുകൊണ്ടാണ് ശശി തരൂർ ഇപ്പോൾ കളിക്കുന്നത്. തരൂർ വാക്കുകളിലൂടെ ഉണ്ടാക്കുന്ന വിവാദങ്ങൾ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പാർട്ടിക്ക് ദോഷം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. തരൂർ ഇപ്പോഴും കോൺഗ്രസ് നേതാവാണ്. ഉണ്ടാകുന്ന ഓരോ വിഷയവും ബാധിക്കുന്നതും കോൺഗ്രസിനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇനി തരൂരുമായി തുടർ ചർച്ചകൾക്കില്ലെന്ന സൂചന നൽകി കോൺഗ്രസ് നേതൃത്വം കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത്. LDF സർക്കാരിന്റെ വികസന നയത്തെ പുകഴ്ത്തിയും മോദി പ്രശംസയും കോൺഗ്രസിനുണ്ടാക്കിയ പൊട്ടിത്തെറിയുടെ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ശശി തരൂരും രാഹുൽ ഗാന്ധിയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്നാൽ ഈ ചർച്ചയിൽ തരൂർ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ ഈ ആവശ്യങ്ങളൊന്നും ഹൈക്കമാൻഡ് അംഗീകരിക്കില്ലെന്നാണ് സൂചനകൾ. ശശി തരൂരിന് പരാതിയുണ്ട്. ഒന്നല്ല, നിരവധി പരാതികളുണ്ട്. കുറേ കാലമായി പാർട്ടിയിൽ തന്നോട് അവഗണനയുണ്ടെന്നുള്ളത് ഒരു പരാതി, പാർട്ടിയിൽ കൂടിയാലോചന കുറയുന്നുണ്ടെന്നുള്ളത് മറ്റൊരു പരാതി. ഈ പരാതികൾ രണ്ടും ശശി തരൂർ രാഹുൽ ഗാന്ധിയോട് ഉന്നയിക്കുകയും ചെയ്തു. എന്നാൽ ദേശീയ തലത്തിലും സംസ്ഥാനത്തും സംഘടനാ ചുമതലകളിലേക്ക് തൽക്കാലം തരൂരിനെ പരിഗണിക്കേണ്ടതില്ലെന്നാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് വിവരം. മാത്രമല്ല, പാർലമെന്റിലും മറ്റ് MP-മാർക്ക് നൽകുന്ന പരിഗണന മാത്രം തരൂരിന് നൽകിയാൽ മതിയെന്നും ഹൈക്കമാൻഡ് തീരുമാനമെടുത്തിട്ടുണ്ട്. എന്നാൽ ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്ന ഈ തീരുമാനങ്ങൾ ഏതെങ്കിലും രീതിയിൽ മുന്നണിയെ ദുർബലപ്പെടുത്തുമോ എന്ന ആശങ്ക ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ആ ആശങ്ക ഏറ്റവും കൂടുതലുള്ളത് മുസ്ലിം ലീഗിനാണ്. തങ്ങളുടെ ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് ലീഗ് ഹൈക്കമാൻഡുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്താൻ ഒരുങ്ങുന്നത്. കോൺഗ്രസ് നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയിൽ ശശി തരൂർ ഒരു കാര്യം നേതൃത്വത്തോട് വ്യക്തമാക്കിയിരുന്നു. തന്നെ കോൺഗ്രസ് നേതൃത്വവും വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിലേക്ക് എത്തിയാൽ കടുത്ത നിലപാട് സ്വീകരിക്കേണ്ടി വരുമെന്നാണ് രാഹുൽ ഗാന്ധിയുമായുള്ള ചർച്ചയിൽ തരൂർ വ്യക്തമാക്കിയത്. സംസ്ഥാന കോൺഗ്രസിലും തനിക്കെതിരെ പടയൊരുക്കമുണ്ടെന്ന് തരൂർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. പാർട്ടി നിലപാടിന് വിരുദ്ധമായ നിലപാടുകൾ എടുത്തെങ്കിലും തരൂരിനെതിരെ തുടക്കത്തിൽ മൃദു സമീപനമായിരുന്നു ദേശീയ നേതൃത്വം സ്വീകരിച്ചിരുന്നത്. എന്നാൽ നിലപാട് തിരുത്താതെ ഉറച്ചുനിന്ന തരൂരിനോട് സംസ്ഥാന നേതൃത്വം കടുപ്പിച്ചതോടെയാണ് ഹൈക്കമാൻഡ് ഇടപെടലുണ്ടായിരിക്കുന്നത്. തരൂർ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി ചർച്ച നടത്തുകയും ആ ചർച്ചയിൽ അദ്ദേഹം തന്നെ നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ തരൂരിൻ്റെ തുടർ നീക്കങ്ങൾ നിർണായകമാണ്. തരൂർ ഒരുപക്ഷെ പാർട്ടി വിടുകയാണെങ്കിൽ അത് പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ആ ആശങ്ക ഏറ്റവും കൂടുതലുള്ളത് മുസ്ലിം ലീഗിനാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന UDF മുന്നണിക്ക് ഇത്തവണ കൂടി അധികാരം ലഭിച്ചില്ലെങ്കിൽ അത് മുന്നണിയുടെ സർവനാശത്തിനും അതുപോലെ തന്നെ മുന്നണിയിലെ ചില പാർട്ടികളുടെ അവസാനത്തിനും കാരണമാകുമെന്നുള്ളതും ഉറപ്പാണ്. അതേസമയം ശശി തരൂരുമായി ചർച്ച നടത്തി ഈ പ്രശ്നം പരിഹരിക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വം ശ്രമിക്കാത്തതിന് കാരണമുണ്ട്. ഇസ്രായേലിൻ്റെ പലസ്തീൻ ആക്രമണവുമായി ബന്ധപ്പെട്ട് 2023 ഒക്ടോബറിൽ കോഴിക്കോട് മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച പലസ്തീൻ ഐക്യദാർഢ്യ റാലിയിൽ ശശി തരൂർ പങ്കെടുത്തിരുന്നു. അന്ന് അദ്ദേഹം ഹമാസിനെ ഭീകരവാദികളെന്നാണ് അഭിസംബോധന ചെയ്തത്. ഇത് ലീഗ് അണികളെയും കോൺഗ്രസിലെ മുസ്ലിം വിഭാഗത്തെയും പ്രകോപിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ തരൂരുമായി ഇനി യാതൊരു കാര്യത്തിലും ചർച്ച വേണ്ടെന്ന നിലപാടിലാണ് ലീഗ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ലീഗ് നേതൃത്വവും തരൂരുമായി ബന്ധപ്പെടാതെ കോൺഗ്രസിന് ഹൈക്കമാൻഡുമായി ബന്ധപ്പെടുന്നതും ഈ പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും തീർത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് തയ്യാറാകണം എന്നും ആവശ്യപ്പെടുന്നത്. മറ്റൊരു കാര്യം കൂടി നമ്മൾ ഓർക്കാനുള്ളത്, ലീഗ് നേതൃത്വം നമ്മുടെ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വവുമായി ബന്ധപ്പെടുന്നില്ല എന്നുള്ളതാണ്. കാരണം അവർ നേരെ ഹൈക്കമാൻഡുമായാണ് ബന്ധപ്പെടുന്നത്. സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വവുമായി ബന്ധപ്പെട്ടിട്ട് യാതൊരുവിധ പ്രയോജനവും ഉണ്ടാകില്ല എന്ന തിരിച്ചറിവായിരിക്കാം ഒരുപക്ഷെ ലീഗിനെ അതിനെ പ്രേരിപ്പിച്ചത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. യഥാർത്ഥത്തിൽ നിലവിൽ UDF മുന്നണിയിൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഇപ്പോൾ സമാസമന്മാരാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളിലേക്ക് മത്സരിച്ചത് കോൺഗ്രസ് ആണെങ്കിലും കോൺഗ്രസ് വിജയിച്ച സീറ്റുകളും ലീഗ് വിജയിച്ച സീറ്റുകളും തമ്മിൽ കുറച്ചെണ്ണത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്നാൽ ലീഗ് മത്സരിച്ചത് കോൺഗ്രസ് മത്സരിച്ച സീറ്റുകളുടെ 1/3 എണ്ണത്തിൽ മാത്രമാണ്. വിജയ ശതമാനം നോക്കുകയാണെങ്കിൽ കോൺഗ്രസിനൊപ്പം അല്ലെങ്കിൽ അതിന് മുകളിൽ ലീഗ് നിൽക്കുന്നുണ്ട്. ലീഗിന് നൽകിയ സീറ്റുകളിൽ ഭൂരിപക്ഷവും വിജയിപ്പിച്ചെടുക്കാൻ അവർക്ക് കഴിയുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ UDF മുന്നണിയിൽ തങ്ങൾക്ക് സംസാരിക്കുവാനും കാര്യങ്ങൾ തീരുമാനിക്കാനുമുള്ള പ്രാധാന്യമുണ്ടെന്ന് തന്നെ ലീഗ് കരുതുന്നു. ആ കരുതലിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി കേരള മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രസ്താവന ഇറക്കിയത്. അതായത് അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള വിജയ ശതമാനത്തിൻ്റെ കണക്ക് വച്ച് ഒരുപക്ഷെ ലീഗ് മുഖ്യമന്ത്രി പദത്തിന് ആവശ്യം ഉന്നയിച്ചാൽ UDFനെ പുതിയ ഒരു പ്രതിസന്ധിയിലേക്ക് അതെത്തിക്കും. ഈ സാഹചര്യത്തിൽ മനസ്സിലാക്കാനുള്ള മറ്റൊരു കാര്യം, വർഷങ്ങളോളം ഞങ്ങൾ ഈ മുന്നണിയിൽ പ്രവർത്തിച്ചോളാം എന്ന് LDF UDF മുന്നണികളിൽ ഉൾപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികൾ ആർക്കും എഗ്രിമെൻ്റ് എഴുതി നൽകിയിട്ടില്ല. 2014 വരെ LDFൻ്റെ അഭിവാജ്യ ഘടകമായിരുന്ന RSP
ഒരു സുപ്രഭാതത്തിൽ മുന്നണി മാറി UDFിലേക്ക് പോയി. ഇപ്പോഴും അവിടെ തുടരുന്നു. ഇനി ചിലപ്പോൾ LDFിലേക്ക് തിരിച്ചും വന്നേക്കാം. വരുന്നത് തിരഞ്ഞെടുപ്പാണ്. ഉറപ്പായും അധികാരമുള്ളിടത്ത് നിൽക്കുക എന്ന തന്ത്രമായിരിക്കും രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മുന്നണിക്കുള്ളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികം. UDF മുന്നണിയിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അതിനെ മുളയിലേ നുള്ളുക എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ലക്ഷ്യമിടുന്നത്. കാരണം ഇനി ഒരിക്കൽ കൂടി പ്രതിപക്ഷത്തിരിക്കാൻ UDFിന് കഴിയില്ല എന്ന് ലീഗിനറിയാം. യഥാർത്ഥത്തിൽ ഇതെല്ലാം തീരുമാനിക്കേണ്ടതും അതിനുള്ള നടപടികൾ എടുക്കേണ്ടതും മുന്നണിയിലെ പ്രധാന കക്ഷിയായ കോൺഗ്രസ് ആണെങ്കിലും അവർക്ക് അതിനൊന്നുമുള്ള സമയമില്ലെന്ന് ലീഗിന് പരാതിയുണ്ട്. എന്തായാലും ലീഗ് രംഗത്തിറങ്ങിയിട്ടുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഏകദേശം മനസ്സിലാകും. മുന്നണി മാറ്റങ്ങളും മറ്റും സംഭവിക്കുന്നത് ആ കാലയളവിലാണ്. അതിനു മുൻപ് തന്നെ UDF സംവിധാനത്തെ ശരിയാക്കിയില്ലെങ്കിൽ വീണ്ടും ഒരു 5 വർഷം കൂടി തങ്ങൾക്ക് നഷ്ടപ്പെടുമോ എന്ന ഭയം ഉറപ്പായും ലീഗിനുണ്ട്.